ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറിയരിയാണ്. ബ്രോക്കൺ മട്ട റൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സാധാരണ അരി കൊണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവയാണ്. അത് 1 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം 1.5 ടേബിൾ സ്പൂണാണ് ഉലുവ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 5 ചെറിയ ഉള്ളി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഒന്നങ്ങ് ഒതുക്കിയെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകണ്ട. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് കഞ്ഞിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. അത് കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിനു മുന്നേ ഞാനൊരു ജീരകക്കഞ്ഞിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.